ചേട്ടാ afterwards. not now. ഇല്ല ചേട്ടാ, എങ്ങനെയുണ്ട് കൊള്ളാം ചേട്ടാ. ട്വിസ്റ്റ് കണ്ടപ്പോ കുറച്ച് ജോഡി എങ്ങനെയുണ്ടായിരുന്നു? അപർണ ബാലമുരളി ആസിഫ് അലി കൊള്ളായിരുന്നു, നൈസായിരുന്നു. ആണോ? ത്രില്ലറാണ്. എന്നാലും ജിത്തു ജോസഫിന്റെ ജോസഫിന്റെ സ്ഥിരം സ്ഥിരം പടങ്ങളെ പോലെയാണ്, പക്ഷേ പോരാ. ഭാഗ്യ ജോഡികളാണല്ലോ അപർണ ബാലമുരളി അപർണ ബാലമുരളി നല്ല ഉണ്ട്. പിന്നെ ക്ലൈമാക്സിലൊരു ട്വിസ്റ്റൊക്കെ ഉണ്ട്. കുഴപ്പമില്ല. മുന്നിറങ്ങിയ കൂമനെ വെച്ച് നോക്കിയപ്പോ എങ്ങനെയുണ്ട്? കൂമിന്റെ അത്രയൊന്നും പറ്റില്ല. കുഴപ്പമില്ല, കണ്ടോണ്ടിരിക്കാം. കുറെ ക്രൈം ത്രില്ലറുകളൊക്കെ ഒരുമാതിരി അങ്ങനെ ഞെട്ടിച്ചൊന്നുമില്ല, അങ്ങനെ വേറെ മുഷിപ്പില്ലാതെ കണ്ടോണ്ടിരിക്കാം. വേറെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഫൈറ്റ് ഒന്നും അത്ര ഉണ്ട്, ഫൈറ്റ് ഉണ്ട്, ഒരു പാട്ടുണ്ട്, അത്ര പോരാ, എന്നാലും കുഴപ്പമില്ല. അപർണ ബാലമുരളി ആസിഫ് അലി വീണ്ടും ജോഡിയായിട്ട് വന്നിരിക്കുന്നത് എങ്ങനെയുണ്ട്? സൂപ്പറായിരുന്നു, നല്ല കിടിലം പടം, അത്ര പറയുള്ളൂ. കൂമന് ശേഷമുള്ള ഇവരുടെ ഒരു വീണ്ടും കൂടുതൽ പറയാൻ പറ്റില്ല, കാരണം കിളി പോയി നിൽക്കുകയാണോ? അപ്പോൾ എങ്ങനെയാണ്? നല്ല പടം. ടെക്നിക്കൽ സൈഡൊക്കെ എങ്ങനെയുണ്ട്? ക്യാമറയും ബിജിയും ബാക്കിയൊക്കെ? ക്യാമറയും ബീജും ഒക്കെ അടിപൊളിയാണ്. എന്താ ഫൈറ്റും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. നല്ല ട്വിസ്റ്റുകളൊക്കെയാണ് വരുന്നത്. ഒരൊറ്റ വട്ടം പോലും കഥയെന്ന് വ്യതിരിച്ചില്ല. സൂപ്പർ പടമാണ്, പെർഫോമൻസ് വൈസ് എങ്ങനെയാണ്? സൂപ്പറാണ്. എല്ലാ നല്ല പടമാണ്. പിന്നെ ഞെട്ടിക്കാണ്ട് അടിപൊളി പടം, ടോട്ടലി ഞെട്ടിച്ച അടിപൊളി പടം. ആസിഫ് അലിയും ബാലമുരളിയൊക്കെ വണ്ടർ അടിച്ചോ പടം കണ്ടോ? പിന്നെ ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. അറിയാലോ, ജിത്തു ജോസഫിന്റെ ഒരു കഴിവ് അറിയാലോ. അതിനെക്കാട്ടിലും മുകളിൽ കൂമനെക്കാട്ടി ഞെട്ടിച്ച പടം, കൂമനെക്കാട്ടിലും ഞെട്ടിച്ചോട്ടെ. ആസിഫ് അലിയൊക്കെ വേറെ ലെവലോ, ഒരു രക്ഷയില്ല. സെറ്റ് ചേട്ടാ, താങ്ക് യു. ഇഷ്ടപ്പെട്ടില്ല, ഭയങ്കര ഡ്രാമാറ്റിക് ആയിരുന്നു. നമ്മൾ ജിത്തു പടം എന്ന് പറയുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ്സ് വേറെയാണല്ലോ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പം എനിക്ക് വർക്കായില്ല പേഴ്സണലി. കൂമന് ശേഷമുള്ള പടമല്ലേ, ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നല്ലോ നമുക്കൊക്കെ. എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് FD വന്നത്. പക്ഷേ എന്തോ മൊത്തത്തിൽ സാധനം ഒന്നും വർക്കായില്ല, അത്രേ ഉള്ളൂ. അഭിനയമൊക്കെ ഭയങ്കര ഒരു ഡ്രാമാറ്റിക് ആയിരുന്നു, ഭയങ്കര നാടകീയതയായിരുന്നു. അതിൻ്റെ ഒരു പ്രോബ്ലം മാത്രമേ ഉള്ളായിരുന്നു. അത് വർക്കാവുന്നവർക്ക് എങ്ങനെയുണ്ട് ആസിഫ് അലിയുടെ പടം? മൂവി കാണാൻ വന്നില്ല. അല്ല ബ്രോ, മൂവി കണ്ടേണോ? പറയോ എങ്ങനെയുണ്ട്? നല്ല മൂവിയാണ്. എങ്ങനെയുണ്ട് ആസിഫ് അലി അപർണ ബാലമുരളി ജോഡി വീണ്ടും നിൽക്കുകയാണ്? എങ്ങനെയാണ്? കൊള്ളാം, അവർ അഭിനയം കൊള്ളായിരുന്നു. കൂമന് ശേഷം ആസിഫ് അലി ജിത്തു ജോസഫ്, അതെ, ഭയങ്കര പ്രതീക്ഷ ആയിരിക്കുമല്ലോ. തോന്നി? എനിക്ക് ഇഷ്ടപ്പെട്ടു, പടം ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ വണ്ടർ അടിച്ചോ പടം കണ്ടിട്ട്? കൊള്ളാം, സസ്പെൻസ് ഉണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ഇവിടെ? ഇഷ്ടപ്പെട്ടായിരുന്നു? എങ്ങനെയുണ്ടായിരുന്നു മൂവി? എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടു, അടിപൊളിയായിരുന്നു. ഇല്ല, അങ്ങനെയല്ല, മൊത്തം ഒരേ ലെവലാവുക. ഇങ്ങനെ കൂമനെക്കാട്ടി മേളിലാണോ പടം നിൽക്കുന്നത്? അല്ലല്ല, അത്രയ്ക്ക് ആയിട്ടില്ല. പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട് എല്ലാവരുടെയും? കൊള്ളാം. ഞെട്ടി. ക്ലൈമാക്സ് അടിപൊളിയാണ്. വെറൈറ്റി ഇല്ല, ജിത്തു ജോസഫിന്റെ ക്ലാസിക് ആ രീതിയാണ്.